ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി വളമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേട്ടോ. അധികം പേർക്കും അറിയണ ഒരു വളമാണ്, എല്ലാവരും യൂസ് ചെയ്ത് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു വളമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിക്കി, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഓർക്കിഡ് ചെടികളെ ഇതേപോലെ ബുഷിയായിട്ടും ലിഷിയായിട്ടും നല്ല റൂട്ടടക്കം ആവാനും ലീഫൊക്കെ നല്ല പച്ച കളറാവാനും വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓർഗാനിക്കായിട്ടുള്ള നാച്ചുറൽ വളമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാ വെള്ളം ഈ ഒരു ടൈമിൽ എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ നമുക്ക് തേങ്ങ അവൈലബിൾ ആയിട്ടുണ്ടാവും. നമുക്കിപ്പോൾ കുറച്ച് തേങ്ങ കൊപ്ര കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തേങ്ങാ വെള്ളം നമ്മളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തേങ്ങയൊക്കെ എന്ത് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളും ഒന്ന് പുളിപ്പിച്ച് കൊടുക്കുകയാണ് കുറച്ചും കൂടി ബെറ്റർ. നമ്മൾ ഒരു ഗ്ലാസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 5 ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിലൊക്കെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് എല്ലാവരുടെ വീട്ടിലും ഇതുപോലെ കൊപ്രക്കാട്ടും. അപ്പോൾ ഒത്തിരി തേങ്ങാവെള്ളം തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുണ്ടാവും. ഞാൻ കുറച്ചധികം വെള്ളം തന്നെ കുറച്ചധികം തേങ്ങ നമ്മൾ ആട്ടണോണ്ട് തന്നെ ആ ഒരു വെള്ളം ഇതേപോലെ ഒരു ബക്കറ്റിൽ സ്റ്റോർ ചെയ്ത് വെച്ച് നന്നായിട്ട് അരിപ്പൊക്കെ വെച്ചിട്ടൊക്കെ തന്നെ ഉണ്ടാക്കും. അതിന് മുന്നായിട്ട് ഇത് ഒരു 3-4 ദിവസം ഇതേപോലെ ബക്കറ്റിൽ പുളിപ്പിച്ചതാട്ടോ. അപ്പോൾ പുളിപ്പിച്ചേക്കന്നെ ആ ഒരു എണ്ണപ്പാട മുകളിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ഓർഗാനിക്കായിട്ടുള്ള വളങ്ങളും നമ്മൾ ചെടികൾക്ക് കൊടുക്കുമ്പം പുളിപ്പിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീര്യം കൂടും. അതിനനുസരിച്ചിട്ട് നമ്മൾ വെള്ളം കൂടി ഡയലൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്താൽ മതി. നല്ലൊരു ഡബ്ബ കൊണ്ട് അതിങ്ങനെ അടച്ച് വെച്ചിട്ട് തന്നെ പുളിപ്പിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത് കണ്ട ഒരു പാട പോലെ ഉള്ളതുണ്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അരിച്ചിട്ട് തന്നെ യൂസ് ചെയ്യാം. നമ്മളെ സ്പ്രേയറിലുള്ള നോബിൽ അത് കുടുങ്ങിയിട്ട് നമുക്കതൊരു പണിയാവും. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് നമ്മൾ സ്പ്രേയറിൽ ഒഴിക്കണതിൻ്റെ മുന്നേ 2-3 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രേയറിൽ അരിച്ചൊഴിവാക്കണത് നല്ലതാണ് കേട്ടോ. അതിൻ്റെ കരടൊക്കെ കുടുങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളിത് 1 ലിറ്റർ തേങ്ങാ വെള്ളം പുളിപ്പിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5 ലിറ്ററെങ്കിലും വെള്ളം ആഡ് ആക്കിയിട്ടാണ് നമ്മൾ നല്ലതായിട്ട് ഡയലൂട്ട് ചെയ്തിട്ടാട്ടോ നമ്മൾ ഓർക്കിഡ് ചെടികൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്ന ന്യൂ സബ്സ്ക്രൈബറൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ടൊന്ന് എഴുതുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഓൺലൈനായിട്ട് ഒരുപാട് ആളുകൾ ഓർക്കിഡ് ചെടി വാങ്ങിക്കാറുണ്ട്. അവരൊക്കെ നമ്മളെടുത്ത് ഇതേപോലെ ഓർക്കിഡിൻ്റെ ഫെർട്ടിലൈസറിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അധികം നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് മാത്രമാണ് ഇതുപോലുള്ള ഓർഗാനിക്കായിട്ടുള്ള വളം കൊടുക്കാൻ പറയാറുള്ളൂ. നമ്മൾ നല്ല മഴക്കാലമാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറിനെക്കാട്ടി കുറച്ചും കൂടി നല്ലത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസർ ആട്ടോ. ഈ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ടും ലഷ്യായിട്ടും പുഷിയായിട്ടൊക്കെ കാണും. പക്ഷേ അപ്പോൾ തന്നെ നമുക്ക് വൈകിട്ടൊക്കെ ആകുമ്പോൾ തന്നെ കാണും നല്ലതായിട്ട് ഈച്ചയുടെ ശല്യം, പ്രാണികൾ ഒക്കെ. അപ്പം നമ്മുടെ പൂമുട്ടൊക്കെ നമുക്ക് ഇതായി തോന്നും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വൈകിട്ടാകുമ്പോഴത്തേന് തന്നെ നമ്മൾ നീം ഓയിലും കൂടി ഒന്ന് സ്പ്രേ ചെയ്യണത് ഒരു ടിപ്പാണ്. അതെല്ലാവരും ഒന്ന് യൂസ് ചെയ്യുക. ഇതുപോലുള്ള ഈ ഒരു ഓർഗാനിക്കായിട്ടുള്ള ഈ തേങ്ങാ വെള്ളം പുളിപ്പിച്ചിട്ടൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും വൈകിട്ടാകുമ്പോഴത്തേന് നമ്മളൊന്നൊരു നീം ഓയിലും കൂടി ഒന്ന് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ പ്ലാന്റ് സേഫായി കിട്ടും. നമുക്ക് വന്നിട്ടുള്ള മുട്ടകളൊക്കെ സേഫ് ആവും കേട്ടോ. ഇതാണ് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്ലാന്റുകളൊക്കെ നല്ലതായിട്ട് നമ്മൾ ഇതേപോലെ ചെടി മൊത്തം നനയുന്ന രീതിക്ക് തന്നെ നമ്മൾ ഫെർട്ടിലൈസർ അടിച്ചു കൊടുക്കുക. റൂട്ടിലും അതേപോലെ ഇലയുടെ അടിയിലും പ്ലാന്റ് മൊത്തം നനയുന്ന രീതിക്ക് തന്നെ നമുക്കിത് അടിച്ചു കൊടുക്കാം. നമ്മൾ ഒരു ബക്കറ്റിലൊക്കെ വെച്ച് നമുക്കിത് മുക്കി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഇതിലേറെ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ഹാങ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഈസി വേ നമുക്ക് ഇതേപോലെ സ്പ്രെയറിലായതുകൊണ്ട് തന്നെയാണ് ഞാൻ സ്പ്രെയർ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള മരക്കുറ്റിയിലൊക്കെ ഒരുപാട് ഓർക്കിഡ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. പിന്നെ അതുപോലെ നമ്മുടെ മിനിയേച്ചറായിട്ടുള്ള ഒരുപാട് കോമ്പാക്റ്റും വെറൈറ്റീസ് വെച്ച് നമ്മളൊരു ടവർ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിലൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ ഫെർട്ടിലൈസർ കൊടുക്കാം. ഈ ഒരു ടവർ സെറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞു തരാം കേട്ടോ. നമ്മളൊരു ലെയർ ചാർക്കോൾ, ഒരു ലെയർ ചകിരി, ഒരു ലെയർ ചാർക്കോൾ അങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു ടവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ചകിരിയുടെ ഭാഗത്താണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് പോട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ ഇതുപോലുള്ള ചെടികളൊക്കെ നന്ന ബുഷിയായിട്ട് വളരാനും അതുപോലെ നല്ല റൂട്ട് ഡെവലപ്മെൻറ്റിനൊക്കെ നമുക്കൊരു തേങ്ങാ വെള്ളം ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു തേങ്ങ 2 തേങ്ങ ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ എടുക്കുമല്ലോ, അത് നമ്മൾ ഇതേപോലെ ഒരു ഗ്ലാസ്സിൽ നമുക്കിങ്ങനെ സ്റ്റോർ ചെയ്തിട്ടൊക്കെ നമുക്ക് പുളിപ്പിച്ചിട്ട് 2-3 ദിവസം വെക്കുക. അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കുക. അതിൻ്റെ ശേഷം അത് നമുക്ക് ഇതേപോലെ നമ്മളെ ഓർക്കിഡ് ചെടികളിലേക്കും നമ്മുടെ ഫലനോപ്സിസിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുള്ള നല്ല ഒരു നാച്ചുറൽ ഫെർട്ടിലൈസറാണ്. ധാരാളം നൈട്രജൻ അടങ്ങിയോണ്ട് തന്നെ ചെടികൾക്ക് നല്ല വളർച്ച ഉണ്ടാവും, നല്ല ഫ്ലവറിങ് ഉണ്ടാവും, നല്ല റൂട്ട് ഡെവലപ്മെൻറ്റ് ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞു തൈകളുണ്ടാവും, ഒത്തിരി ഷൂട്ടുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചെടികൾക്ക് നല്ലൊരു തണുപ്പും കുളിരൊക്കെ കിട്ടാൻ ഇതേപോലുള്ള ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസറും കൂടി നമ്മൾ ഈ ഒരു വേനൽക്കാലത്ത് കൊടുക്കുന്നത് ഒത്തിരി റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലുള്ള തേങ്ങാ വെള്ളമൊന്നും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ആരും മിസ് ചെയ്യണ്ട. ഞാനിതാ ഒത്തിരി ഉണ്ടായത് തന്നെ നമ്മളൊരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാം. നമുക്കൊരു മാസം 2 മാസമൊക്കെ വരെ നമുക്കിത് യൂസ് ചെയ്യാം. ഒരു ബോട്ടിലെടുത്തിട്ട് നമുക്ക് 1 ലിറ്റർ എടുത്തിട്ട് ഒരു 5-6 ലിറ്റർ വെള്ളമൊക്കെ ചേർത്തിട്ട് ചെടി നനയുന്ന രീതിക്ക് തന്നെ നമുക്കൊരു നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പം ഞാൻ ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്, ഇത് കൊടുക്കുമ്പോൾ ഇതേപോലെ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. നീം ഓയിലൊക്കെ കൊടുത്ത് നമ്മളെ ഫ്ലവറിങ്ങിൻ്റെ ബഡ്ഡുകളൊക്കെ ഒന്ന് കെയർ ചെയ്തെടുക്കാനും നല്ലതാണ്. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും, അടുപ്പിച്ചിട്ട് ഓർഗാനിക്കായിട്ടുള്ള ചെടി ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ നിങ്ങളെ ചെടിയിൽ വരുന്ന മാറ്റങ്ങളും പൂമുട്ടുകളൊക്കെ പിന്നെ പ്രാണികളുടെ അറ്റാക്ക് കൂടുന്നൊക്കെ ഒരു ഇത് കേട്ടോ. അതിന് ഇതേപോലെയുള്ള ഇൻസെക്ടിസൈഡോ അതേപോലെ നമുക്ക് നീം ഓയിലോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ്, രണ്ടിനും നമുക്ക് റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം. ഈ ടിപ്സ്